ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു പൂജ ചെയ്യണം. പ്രേതാത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പൂജാരികൾക്കാവൂല്ലോ. നല്ല കഥയായി. അല്ലേ ഏട്ടത്തി? ഏട്ടത്തി ഇപ്പോഴും സ്വന്തം കുടുംബത്തെ പറ്റി ചിന്തിക്കാതെ അവളെക്കുറിച്ച് മാത്രമാണോ ചിന്തിക്കുന്നത്? തീ കൊണ്ടാ കളിക്കുന്നത്. അത് ഏട്ടത്തി ഓർത്താ മതി. ചിലപ്പോ പൂജ കഴിഞ്ഞാ തൽക്കാലത്തേക്കൊരു ആശ്വാസം വരുമായിരിക്കും. അത് കഴിഞ്ഞാ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കും. ചിലപ്പോ അത് ആരുടെയെങ്കിലും ജീവൻ എടുത്തോണ്ടായിരിക്കും. ദേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അവളെ ഇവിടെ നിർത്തി പൂജ ചെയ്യിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത്ര നിർബന്ധമാണെങ്കിൽ അവളെ ആറ്റുവാശ്ശേരിയിലേക്ക് വിട്. അവളുടെ അച്ഛൻ പൂജാരിയല്ലേ. മകളുടെ ദേഹത്തൊരു ആത്മാവ് കയറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർഗവും അയാൾക്കറിയാം. എന്നിട്ട് അവൾക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ അപ്പോ എടുത്ത് തിരിച്ചു വിളിച്ചോണ്ട് വാ. അങ്ങനെ ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതല്ലേ? എന്താ ഏട്ടത്തി സംശയം? നമ്മളെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ. നമ്മൾ ജീവിതം ഒരുപാട് കണ്ടവരല്ലേ. വരുണ്ട കാര്യം അങ്ങനെയാണോ? അവൻ ചെറുപ്പമല്ലേ ഏട്ടത്തി? ഒരു വിവാഹം കഴിച്ചു, ആ പെൺകുട്ടി മരിച്ചു. വേറൊരുത്തി വിവാഹം കഴിച്ച് അവൻ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി അവന്റെ ജീവൻ ആപത്തുള്ളൊരു കാര്യം ചിന്തിക്കാന്ന് പറഞ്ഞ വരുണിന് ആപത്തുള്ള ഒരു കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. ഏട്ടത്തി, ഏട്ടത്തി എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നാ മതി. പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല.